ഹായ്, ഷെയർസ്, ട്രേഡിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗ് ഇങ്ങനത്തെ ടേംസ് ഒക്കെ കേൾക്കാത്തൊരു വളരെ കുറച്ചായിരിക്കും. സോ ഇവിടെ ഇപ്പൊ അടുത്തൊരു മൂവി റിലീസ് ആയിട്ടുണ്ടായി, ലക്കി ഭാസ്കർ, നമ്മുടെ ദുൽഖർ സൽമാന്റെ മൂവിയാണ്. സോ അതിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ദുൽഖർ സൽമാൻ എന്നിട്ട് ഒരുപാട് എമൗണ്ട് ഓഫ് മണി എന്ത് ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, മിക്ക ആളുകളും അത് കണ്ടിട്ടുണ്ടാവും. സോ അതിലൂടെ തന്നെ ആളുകൾക്ക് മനസ്സിലായി ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു പൈസ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനുള്ള ബെസ്റ്റ് ടൂൾ ആയിട്ട് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ട്രേഡിങ്ങിലോട്ട് കടന്നു വരികയും അതിലൂടെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് നഷ്ടവും ഒരുപാട് ആൾക്കാർക്ക് പ്രോഫിറ്റും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പല പല റിപ്പോർട്ടുകൾ പറയുന്നത് മെജോറിറ്റി ആളുകളും ലോസസ് ആണ് എന്ത് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നത്. സോ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരോ വളരെ വലിയ എമൗണ്ട് ഓഫ് പ്രോഫിറ്റും ഉണ്ടാകുന്നുണ്ട്. സോ എന്താണ് ട്രേഡിംഗ്, അതുപോലെ തന്നെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ, എങ്ങനെയാണ് ഈ വലിയൊരു എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഏൺ ചെയ്യാൻ പറ്റുക, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടുത്താം. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ ഒരു ചാർട്ട് കാണുന്നുണ്ടോ? ഓക്കെ, ഇത് നമ്മൾ ക്യാൻഡിൽസ് എന്നൊക്കെ പറയുന്നത്. സോ ജസ്റ്റ് ഇന്നത്തെ ഒരു ക്യാൻഡിൽ എടുക്കാം. ഓക്കെ, ഇന്ന് 23 ഡിസംബർ 2024. സോ നോക്കട്ടെ, ഇവിടെ ഒരു ജസ്റ്റ് ഒരു ക്യാൻഡിൽ ഉണ്ടോ, ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, അതായത് 23-ാം തീയതി ഞാനിവിടെ ഒരു 5 മിനിറ്റ്സിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ ക്യാൻഡിൽസും റെപ്രസെന്റ് ചെയ്യുന്ന 5 മിനിറ്റ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ ക്ലാസ്സസിൽ പറയും. ഓക്കെ, സോ ഇതിലൊരു ഫസ്റ്റ് ക്യാൻഡിൽ കണ്ടോ, ഒരു ഗ്രീൻ ക്യാൻഡിൽ 23-ാം തീയതി സ്റ്റാർട്ടിങ്. ഞാൻ ജസ്റ്റ് ഇവിടെ പോയിന്റ് ചെയ്തത്. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് നോക്കടാ, ജസ്റ്റ് ഈ ഒരു ക്യാൻഡിലിന്റെ ഒരു മൂവ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 273 സ്റ്റാർട്ട് ചെയ്ത് 273 ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ക്ലോസ് ചെയ്തത് ഏകദേശം 280 ഒരു ഏകദേശം 7 രൂപയുടെ പോയിന്റ്സ്. അതായത് ഇപ്പൊ ഇത് സൊമാറ്റോയുടെ ചാർട്ടാണ്, ഇന്നത്തെ ലൈവ് ചാർട്ടാണ്. അതായത് 273 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുകയും ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഏകദേശം 280 രൂപയായിട്ട് മാറി. അതായത് 5 മിനിറ്റ് കൊണ്ട് ഒരു സ്റ്റോക്കിൽ ഉണ്ടായ പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് 7 രൂപയാണ്. സപ്പോസ് നിങ്ങളൊരു 1000 സ്റ്റോക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു 10,000 സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ എന്താ പറയാ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 273 രൂപക്ക് നിങ്ങൾ എന്ത് ചെയ്യും, 10,000 സ്റ്റോക്ക് മേടിച്ചു. ഓക്കെ, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റിന് ശേഷം ഏകദേശം അതിന്റെ പ്രൈസ് എത്ര വരെ പോയിട്ടുണ്ട്, 280 രൂപയായി. അപ്പൊ നിങ്ങൾ എത്ര രൂപക്ക് വിറ്റു, 280 രൂപക്ക് വിറ്റു. അതായത് ഒരു ഷെയറിന് നിങ്ങൾക്ക് ഏകദേശം 7 രൂപ പ്രോഫിറ്റ് കിട്ടി. നിങ്ങൾ 10,000 ഷെയർ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റു 7 ആണെന്ത് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 70,000 രൂപ വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അതാണ് എന്ത് പറയുന്നത്, ട്രേഡിങ്ങിന്റെ ഒരു പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങിന്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. 70,000 കാണുന്നില്ല അല്ലെ? യെസ്. അപ്പൊ 70,000 നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. വാട്ട് ഇറ്റ്? യെസ്. അപ്പൊ പക്ഷെ ഇത്രയും എമൗണ്ട് ഓഫ് മണി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ തിരിച്ചും എന്ത് ചെയ്യാം, സംഭവിക്കാം. സപ്പോസ് നിങ്ങൾ 273 രൂപക്ക് ഷെയർ മേടിച്ചു, പക്ഷേ മേ ബി ഇതിന്റെ പ്രൈസ് താഴോട്ട് പൊക്കൂടെ, 273 260 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,00,000 മുകളിൽ നിങ്ങൾക്ക് നഷ്ടം വരും. അപ്പൊ ഇതില് പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ട്രേഡിങ്ങിലോട്ട് കിടക്കുമ്പോൾ? എന്തൊക്കെ കാര്യങ്ങളാണ് ട്രേഡ്? അപ്പൊ എന്താണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം, വാട്ട് ഈസ് ട്രേഡ്? എന്താണ് നമ്മൾ ഈ സൊമാറ്റോണ്ട് ഇവിടെ നമ്മൾ ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ, ഇത് നമ്മൾ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയാം. ഓക്കെ, NSE ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ്, ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. സോ ഇതിന് ഇൻ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ അതുപോലെ തന്നെ ഇപ്പോൾ സൊമാറ്റോ, അതുപോലെ തന്നെ വിപ്രോ, റിലയൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. സോ ഏത് പബ്ലിക്കിലുള്ള ഏതൊരു മനുഷ്യനും ഏതൊരാൾക്കും നമുക്ക് ഇതിലെ ഷെയർസ് വാങ്ങാനും വിൽക്കാനും പറ്റും. ഓക്കെ, വാങ്ങാനും വിൽക്കാനും ഹോൾഡ് ചെയ്യാനും പറ്റും. വേണമെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ഷെയർസ് മേടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഹോൾഡ് ചെയ്യാം. നമുക്ക് ആക്ച്വലി അതിലൂടെ എന്താണ് കിട്ടുന്നത്, നമുക്ക് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അവരുടെ ഓണേഴ്സ് ആവാൻ പോവാം. ഓക്കെ, നമ്മൾ അവര് ഓണേഴ്സ് ആവാം. എന്നിട്ട് ആ ഷെയറിന്റെ പ്രൈസിൽ ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അപ്പൊ ഇതാണ് ട്രേഡിംഗ്, സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ. ഓക്കെ, യെസ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഹൗ ടു സ്റ്റാർട്ട്,
എങ്ങനെയാണ് നമ്മൾ ഈ ട്രേഡിങ്ങിലോട്ട് എൻട്രി? സോ ട്രേഡിങ്ങിലോട്ട് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഓക്കെ, ഡിമാറ്റ് അക്കൗണ്ട് ആണ്. അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് റിക്വയർമെന്റ്സ് ആവശ്യമാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് പാൻ കാർഡ് വേണം. ഓക്കെ, പാൻ ഇല്ലാത്തവരാണെങ്കിൽ പാൻ വേണം. ദെൻ ആധാർ വേണം. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ ഇങ്ങനെ പ്രൂഫ്, ഒന്നല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ ക്യാൻസൽഡ് ചെക്ക്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ പ്രൊസീജിയർ ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഷെയർ വാങ്ങാനും വിൽക്കാനും പറ്റും. സോ എങ്ങനെയാണ് വാങ്ങുന്നത്, എങ്ങനെയാണ് വിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ പല റിപ്പോർട്ട്സുകളും പറയുന്നത് 90% ആൾക്കാരും ട്രേഡിങ്ങിലൂടെ ലോസും അതുപോലെ തന്നെ 10% ആൾക്കാരെ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ ആ ഒരു പോയിന്റിലോട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ 100 ആളുകൾ ട്രേഡിങ്ങിലോട്ട് വന്നാൽ അതിൽ 90 ആൾക്കാർക്ക് നഷ്ടവും. അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ 90 ആൾക്കാർക്ക് നഷ്ടവും, 10% ആളുകൾക്കുള്ളൂ പ്രോഫിറ്റ്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ട്രേഡിംഗ് എന്ന് പറയുന്നത് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളിവിടെ വരുന്നതുകൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്കില്ലാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇത്രയും എമൗണ്ട് ഓഫ് മണി, അല്ലെങ്കിൽ ഇതൊരു സ്കില്ലാണ്, ഇതൊരു പ്രൊഫഷൻ തന്നെയാണ്. മറ്റിപ്പോൾ സപ്പോസ് നിങ്ങൾ നോക്കണ ഒരു ഡിഗ്രി, അല്ലെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ CMA വാട്ടർ ഏത് പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ 5-6 കൊല്ലം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ഇതിനും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഇതിൽ ഇറങ്ങി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കൂടെ ഈ ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഒന്ന് പറയുന്നത്, ഇതിൽ റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. ഓക്കെ, അതായത് പൈസ പോകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിൽ പഠിക്കാൻ തയ്യാറാണ്. ഓക്കെ, മെയിൻ ആയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എന്താണെന്നുള്ളത് പഠിക്കാൻ തയ്യാറാണ്. പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു വേൾഡിലോട്ട് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും അതിലൂടെ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാനും പറ്റും. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഓക്കെ, യെസ്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പൊ ഈ ഒരു പോയിന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ ലോസ് ഇല്ലാതെ നമ്മൾ പ്രോഫിറ്റ് ആവുന്നതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിനെ പറ്റി വെൽ നോളജ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ട്രേഡിംഗ് എന്ന് പറയുന്നതിലൂടെ തന്നെ പല ട്രേഡിംഗ് ഉണ്ട്. സോ ഇപ്പൊ ഞാൻ ഏകദേശം ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ ഞാൻ ഇക്വിറ്റി ട്രേഡിംഗ് ആണ്. ഇപ്പൊ നമ്മൾ എന്താണ് ഇക്വിറ്റി എന്നുള്ളതൊക്കെ, ഇപ്പൊ ഫൈനാൻസ് മേഖലയിൽ റിലേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് ഇക്വിറ്റി എന്താണ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ മറ്റു മേഖലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല എന്താണ് ഇക്വിറ്റി എന്ന്. സോ അതിനെ പറ്റിയൊന്നും ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ടെക്നിക്കൽ വീഡിയോസ് ആക്കിയിട്ട് ഞാൻ അത് മാറ്റുന്നില്ല. ഓക്കെ, ഇപ്പോൾ പല ട്രേഡിംഗ് ഉണ്ട്. കറൻസീസ് ട്രേഡ് ചെയ്യുക, ഓപ്ഷൻസ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഇക്വിറ്റി ട്രേഡിംഗ് ഉണ്ട്, ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ദർ ആർ മെനി ഓപ്ഷൻസ്. ഓക്കെ, എല്ലാത്തിനും നമ്മൾ ട്രേഡിംഗ് തന്നെ വിളിക്കുന്നത്. സോ നിങ്ങളപ്പോൾ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു മോർണിംഗ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ബാക്കിയുള്ള വർക്ക്സ് കാരണം തന്നെ നമ്മളിതിൽ കൂടുതൽ നമ്മൾ മോർണിംഗ് ഒക്കെ മാത്രമാണ് നമ്മളിത് സ്പെൻഡ് ചെയ്യാറുള്ളത്. ജസ്റ്റ് ഒരു 1100 പ്രോഫിറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണെന്ന് പറയുന്നത് എന്ത്, ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ്, അതുപോലെ തന്നെ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.